കേരള രാഷ്ട്രീയത്തിൽ കനത്ത പോരാട്ടത്തിന് സാക്ഷ്യം വഹിച്ചിട്ടുള്ള ഇടം. കേരളത്തിൽ ആദ്യമായി BJP അക്കൗണ്ട് തുറന്ന മണ്ഡലം എന്ന നിലയിൽ ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെട്ട ഇടം. അതാണ് നേമം. 2026 നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി നേമത്ത് വീണ്ടും പോരാട്ടം മുറുകുകയാണ്. ഇത്തവണ നേമം വീണ്ടും ഒരു ത്രികോണ മത്സരത്തിന് സാക്ഷ്യം വഹിക്കുകയാണ്. മൂന്ന് മുന്നണികളും അവരുടെ ഏറ്റവും ശക്തരായ സ്ഥാനാർത്ഥികളെ തന്നെ നേമത്ത് രംഗത്തിറക്കിയിട്ടുണ്ട്. നേമത്ത് ഞാൻ വിജയിച്ചു വരണം എന്നുള്ളത് ഈ നാടിന്റെ ആവശ്യമാണ്. അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ എൻ്റെ 24 മണിക്കൂറും 365 ദിവസം എൻ്റെ ഒരു പരിശ്രമം ഉണ്ടാവും. വിജയം ഉറപ്പാണ്. LDF-നായി സർക്കാരിലെ ഏറ്റവും മികച്ച മന്ത്രിമാരിൽ ഒരാളായി പ്രകടനം കാഴ്ചവെച്ച V. ശിവൻകുട്ടി, UDF-നായി KS ശബരിനാഥൻ, NDA-ക്കായി BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ എന്നിവരാണ് അംഗത്തട്ടിലുള്ളത്. 1957 രൂപീകൃതമായ നേമം മണ്ഡലം ഇടതിനെയും വലതിനെയും മാറി മാറി തുണച്ചിട്ടുണ്ട്. K. കരുണാകരനെ പോലെയുള്ള അധികായന്മാർ പ്രതിനിധീകരിച്ച മണ്ഡലം. എന്നാൽ 2011 മണ്ഡല പുനർനിർണയത്തിന് ശേഷം നേമത്തെ രാഷ്ട്രീയ ചിത്രം മാറിമറിഞ്ഞു. 2016 O. രാജഗോപാലിലൂടെ BJP കേരള നിയമസഭയിൽ ആദ്യമായി താമര വിരിയിച്ചു. UDF വോട്ടുകൾ BJP-യിലേക്ക് ഒഴുകിയതാണ് രാജഗോപാലിന്റെ വിജയത്തിലേക്ക് നയിച്ചതെന്നായിരുന്നു രാഷ്ട്രീയ എതിരാളികളുടെ ആരോപണം. എന്നാൽ 2021 K. മുരളീധരൻ ശക്തമായ മത്സരം കാഴ്ചവെച്ചതോടെ UDF-ന്റെ വോട്ട് ശതമാനം ഉയരുകയും ഇത് V. ശിവൻകുട്ടിയുടെ വിജയത്തിലേക്ക് നയിക്കുകയും ചെയ്തു. ആ തിരഞ്ഞെടുപ്പിൽ V. ശിവൻകുട്ടി 38.24% വോട്ട് നേടിയപ്പോൾ BJP-യുടെ കുമ്മനം രാജശേഖരൻ 35.54% വോട്ടുമായി തൊട്ടു പിന്നിൽ തന്നെ ഉണ്ടായിരുന്നു. ഇത്തവണ യുവനേതാവായ ശബരിനാഥനിലൂടെ K. മുരളീധരൻ നേടിയ വോട്ടുകൾ നിലനിർത്താനും വോട്ട് ശതമാനം വർദ്ധിപ്പിക്കാനുമാണ് കോൺഗ്രസ് ലക്ഷ്യമിടുന്നത്. യൂത്ത് കോൺഗ്രസ് മുൻ വൈസ് പ്രസിഡന്റ് എന്ന നിലയിലുള്ള ശബരിനാഥന്റെ സ്വാധീനം യുവ വോട്ടർമാരെ ആകർഷിക്കുമെന്നും കോൺഗ്രസിന് പ്രതീക്ഷയുണ്ട്. കോൺഗ്രസിന്റെ ഈ കണക്കുകൂട്ടൽ തന്നെയാണ് LDF-നും നേമത്ത് പ്രതീക്ഷയേകുന്നത്. ശബരിനാഥൻ കോൺഗ്രസ് വോട്ടുകൾ പിടിച്ചാൽ അത് തങ്ങൾക്ക് ഗുണകരമായേക്കുമെന്നാണ് LDF കരുതുന്നത്. ചുരുക്കത്തിൽ BJP-യും CPI-എമ്മും ഒരുപോലെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന നേമത്ത് UDF-ന്റെ വോട്ട് വിഹിതം വർദ്ധിപ്പിക്കുക എന്ന വലിയ വെല്ലുവിളിയാണ് ശബരിനാഥന് മുന്നിലുള്ളത്. 2025 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നേമം മണ്ഡലത്തിൽ BJP നേടിയ 60,000-ലേറെ വോട്ടുകളുടെ മേൽക്കൈയാണ് NDA-യുടെ ആത്മവിശ്വാസമെന്നിരിക്കെ ഇത്തവണ നേമത്ത് ആര് ജയിക്കുമെന്ന് തീരുമാനിക്കുന്നത് പ്രധാനമായും 3 ഘടകങ്ങളായിരിക്കും. സ്ഥാനാർത്ഥികളുടെ വ്യക്തിപരമായ സ്വീകാര്യത, UDF പിടിക്കുന്ന വോട്ടുകളുടെ എണ്ണം, ഭരണവിരുദ്ധ വികാരം അല്ലെങ്കിൽ അനുകൂല തരംഗം. അന്തിമ വിധി വരുമ്പോൾ ഇടതുപക്ഷത്തിന് കോട്ട കാക്കാനാകുമോ, അതോ താമര വീണ്ടും വിരിയുമോ, അതോ UDF സർപ്രൈസ് സമ്മാനിക്കുമോ? കാത്തിരുന്ന് കാണാം.